ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അമ്മ വീട്ടിൽ ഒന്നിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഫ്റ്റർനൂൺ വെറുതെ ഇരുന്ന് ഫോൺ സ്ക്രോൾ ചെയ്ത് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എങ്ങോട്ടെങ്കിലും നിയർ ബൈ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈരാറ്റുപേട്ടയുടെ അടുത്തുള്ള സ്ഥലമാണ് പൂഞ്ഞാർ അടിവാരം. ആ ഒരു സജഷൻ വന്നപ്പോൾ എല്ലാവർക്കും ഓക്കെയാണ്. എന്തായാലും പൂഞ്ഞാർ അടിവാരത്തിലോട്ട് തന്നെ വിട്ടേക്കാന്ന് വിചാരിച്ചു. നല്ല കാറ്റും മഴയുടെ ഒക്കെ കോളുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പോകാൻ സമ്മതിക്കുന്നില്ലായിരുന്നു പുഴയിലൊന്നും. പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെ സമ്മതിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പോയ വഴിക്ക് കണ്ട സീനറി പ്ലേസസിലൊക്കെ നിർത്തി. അപ്പൊ അതിന്റെ വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സൊക്കെ വൺ ഹാപ്പിയാണ് കേട്ടോ. കാരണം നല്ല കാറ്റടിക്കുന്നുണ്ട്. പുഴയൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയായി. നമ്മൾ പോയ വഴിക്കുള്ള പ്ലേസസിൽ നിർത്തിയതിന്റെ വിഷ്വൽസ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അടിവാരത്തിലോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ, ഉലയും നെഞ്ചുടക്കിൽ അറിയാമില്ല. ഓ എന്തിനാണു നീ ഓ സൈനബ, അഴകുള്ള സൈനബ. പറ്റുന്നില്ലേ? കുറങ്ങൻ 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 കാട്ടുപോത്ത് 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 കാട്ടുപോത്ത്. മിനുസമുള്ള പാറകളായതുകൊണ്ട് പഞ്ചായത്തിൽ ഇറങ്ങരുത് ഇറങ്ങരുതെന്ന് പ്രത്യേകം സെക്രട്ടറി. ഒന്നുമില്ല ഒന്നുമില്ല, ആളുണ്ടോടെ? നന്നായി. അശ്വിനി നോക്കി അടക്കണം. പാട്ടാൻ്റെ പെടലി അടിച്ചിരിക്കും. അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു 1 കിലോമീറ്റർ നമുക്ക് വണ്ടി പോകാത്ത വഴിയാണ്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് നടന്ന് വേണമായിട്ട് ഇറങ്ങാനായിട്ട് കുറച്ച് സ്ലോപ്പിയൊക്കെയാണ്. കൊച്ചുണ്ട് കയ്യിൽ, അവനാണെ ഉറങ്ങി. അവിടെ എത്തുമ്പോൾ അവൻ എണീറ്റാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച് ഞാനിരിക്കുകയാണ്. അപ്പം നല്ല സൂക്ഷിച്ചാണ് ഇറങ്ങിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ നമ്മുടെ അട്ടയില്ലേ കാലിലൊക്കെ കടിക്കണം, ആ സാധനമൊന്നും ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എന്തായാലും പോകുന്നത്. പിന്നെ ആൾക്കാർ നടന്ന് ഒരു നടപ്പാത പോലത്തെ വഴി അവിടെ ഉണ്ട്. ബാക്കി ഫുള്ള് കാട് പോലെ തന്നെയാണ്. അപ്പോൾ നമ്മളെന്തായാലും നടന്നിറങ്ങി പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നടന്നെത്തിയപ്പോഴേക്കും എല്ലാവരും ഏകദേശം മടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം നല്ല കല്ലും കുത്തുവിറക്കും ഒക്കെ ആയതുകൊണ്ട് കുറച്ച് പാടുപെട്ടാണ് നമ്മൾ അവിടെ എത്തിയത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പം നല്ല അടിപൊളി ഒരു വ്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റീൽസിലൊന്നും കാണുന്ന പോലെ ഒന്നും അല്ല വീഡിയോ എടുത്തേക്കുന്നത്. അവിടെ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തേക്കുന്നത്. കൂടുതൽ എഡിറ്റിങ്ങിനൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പം ഇങ്ങനെ തന്നെയാണ് എക്സാക്റ്റ്ലി അവിടെ ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ അവിടെ പോയാൽ മതിയല്ലോ. വെറുതെ നമ്മൾ ഓരോ അതിൻ്റെ മുക്കും മൂലയൊക്കെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ആ ഒരു സ്ഥലത്തിനെ വേറെ രീതിയിലാക്കി ഇട്ട് കഴിയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ട് അയ്യോ ഇത്രയേ ഉള്ളൂ ഇവിടെ കാണാമെന്ന് വിചാരിക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ. അതെൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവരുത്. സോ ഇങ്ങനെയൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള, നല്ലൊരു കുളിക്കാനൊക്കെ ഇറങ്ങാൻ പറ്റിയ, നല്ലൊരു കുറേ നേരം കസിൻസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ള പ്ലേസ്. അത്രേ ഉള്ളൂ കേട്ടോ അവിടെ. അപ്പോൾ കൊച്ചുറങ്ങുമായതുകൊണ്ട് ഞാനിങ്ങനെ മടിച്ച് നിൽക്കുകയായിരുന്നു ഇങ്ങനെ ഇറങ്ങാനായിട്ട്. അതിൻ്റെ കൂടെ മഴ പെയ്യാനുള്ള നല്ല സാധ്യത, നല്ല തൂളുന്നുണ്ട് മഴ. പാറ മൊത്തം നനച്ചു. ഞങ്ങളും ചെറുതായിട്ടൊന്ന് നനയൊക്കെ ചെയ്തു. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും? നമ്മൾ ഈ 1 കിലോമീറ്റർ മേലേക്ക് നടന്ന് കയറണമല്ലോ എന്നുള്ള എല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കായിരുന്നു. പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ച് വിചാരിച്ചു പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോരുത്തരായിട്ട് പയ്യെ ചാടാൻ തുടങ്ങി. ഒരാൾ ചാടിക്കഴിയുമ്പോൾ പിന്നെ എല്ലാം വല ചാടിക്കോളൂല്ലോ അങ്ങനെ. അപ്പോൾ ഏകദേശം മഴയും
ശക്തിപ്പെടത്തില്ലായിരിക്കും എന്നുള്ളൊരിത് വന്നു. അപ്പം അങ്ങനെ നമ്മൾ എന്തായാലും എല്ലാവരും ഇറങ്ങാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. എന്നിട്ടും ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു, ഇൻ കേസ് മഴ പെയ്താൽ കുഞ്ഞുമായിട്ട് ഓടി കയറണമല്ലോ എന്നൊക്കെ വിചാരിച്ച് വെയിറ്റ് ചെയ്തു. ഇങ്ങനെ അവിടെ തന്നെ ഞാൻ അവനെ എടുത്തുകൊണ്ട് നിന്നു. ഇൻ കേസ് അവൻ എണ്ണീക്കുവാണെങ്കിൽ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇങ്ങനെ അവിടെ തന്നെ ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്നിട്ടാ. അപ്പോഴേക്കും അവൻ എഴുന്നേറ്റ് കഴിഞ്ഞ് ഇവരെല്ലാരെയും കുളത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നിൽക്കാൻ പറ്റണില്ല. പിന്നെ ലാസ്റ്റ് അവൻ്റെ നിക്കർ ഊരി അവൻ്റെ തലയിൽ തൊപ്പി പോലൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞങ്ങളും എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരുടെയും കുളിയും തേവാരം ഒക്കെ കഴിഞ്ഞു. വീട്ടിൽ നിന്ന് ഭയങ്കര വിളി വരുവാണ്. കാര്യം ഇരാറ്റുപേട്ടയിൽ ഭയങ്കര മഴയും കാറ്റുമാണ്. ഇവിടെ നിലവിൽ മഴയൊന്നുമില്ല, അവിടെ ഭയങ്കര മഴ ഇടിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ തുരുന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പതുക്കെ കയറിയേക്കാം. അപ്പോൾ വന്നിട്ട് ഏകദേശം 2.5-3 മണിക്കൂർ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നൈസായിട്ട് കയറി. ഞാൻ ആദ്യമേ കയറിയിട്ടോ, കാരണം അവനെ ഒത്തിരി നേരം വെള്ളത്തിൽ നിർത്തി പിടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ കുളി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നൈസായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് മുങ്ങി കുളിക്കാനൊന്നും പറ്റില്ല കേട്ടോ, അവനെ എടുക്കേണ്ടതായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ മുങ്ങി കുളിക്കാനൊന്നുമില്ല. പകുതി വരെയൊക്കെ നനച്ചൊക്കെ ഉള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാം നനഞ്ഞ പടി തന്നെ. ഞങ്ങൾ വേറെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാര്യം അവിടെ നിന്ന് മാറാനോ ഇതിനുള്ളൊരു സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ നനഞ്ഞ പടി തന്നെ വീട്ടിൽ ചെന്ന് മാറാമെന്നുള്ള ഒരു ഐഡിയ, ഒരു കൺസെപ്റ്റ് ആയിരുന്നു നമുക്ക്. കാര്യം എന്താ വെച്ചാൽ ഇവിടെ അടുത്താണല്ലോ, ഒരു 10 കിലോമീറ്റേഴ്സ് ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെയായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. എന്തായാലും നിയർ ബൈ ഒന്നും നമുക്ക് മാറാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കങ്ങനെ മാറാനുള്ള കാര്യങ്ങളോ ഇതൊന്നും ഇല്ല. അപ്പോൾ ആ പൂഞ്ഞാർ അടിവാരന്ന് നമുക്ക് സെർച്ച് ചെയ്താൽ മതി, നമുക്ക് മാപ്പിൽ കിട്ടും. പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് കയറി. അങ്ങനെ നമ്മൾ കാറിൻ്റെ അവിടെ എത്തി. നമ്മളാരും ഡ്രസ്സ് മാറിയില്ല, പിള്ളേരെയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യിപ്പിച്ചു. അവനെയും പിന്നെ വേറൊരുത്തനുണ്ടായിരുന്നു, ഒരു കുട്ടി, ഒരു കസിൻ്റെ മോൻ. അപ്പം അവന്മാരെ മാത്രം ഒന്ന് ചേഞ്ചൊക്കെ ചെയ്യിപ്പിച്ചു. അപ്പോഴേക്കും മറിച്ചൊരു നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അവന് പാലൊക്കെ കൊടുത്ത് ഞങ്ങളവിടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്നിട്ട് തിരിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് വന്നപ്പോൾ നല്ല മഴ, ആ ഭാഗത്തൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല കോടയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ആ കോടയിൽ കൂടെയൊക്കെ ട്രാവലൊക്കെ ചെയ്ത് പാട്ടൊക്കെ കേട്ട് അടിച്ച് പൊളിച്ചാണ് നമ്മൾ തിരിച്ചു വന്നപ്പോൾ. നല്ല അടിപൊളി ഒരു ഷോർട്ടായിട്ടുള്ള ട്രിപ്പായിരുന്നെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. കാരണം നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു ട്രിപ്സിനൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഭംഗി എന്തായാലും ആ ട്രിപ്പിനുണ്ടായിരുന്നു. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.